ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു മിനി വ്ളോഗാണ് കേട്ടോ. എല്ലാ കുട്ടികളെയും അയൽവാസികളെയും എല്ലാവരെയും കൂട്ടിങ്ങാണ്ട് പോണത് വഴിക്കാണ് കേട്ടോ. എൻ്റെ കൂടെ മിനിമം ഒരു 10 കുട്ടികളെങ്കിലും ഉണ്ട്. ഞാൻ കുറച്ച് തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികൾ, അതുപോലെ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ വൈകുന്നേരം തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ. പോണ പോക്കിൽ കുട്ടികളെ ഓടുന്ന കണ്ടില്ലേ, പുഴൻ്റെ അടുത്തെത്തുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഓട്ടാണിത്. പിന്നെ കുറേ അങ്ങോട്ടോടും കുറേ ഇങ്ങോട്ടോടും. പോണ പോക്കിൽ കുറച്ച് പൂക്കളും അതേപോലെ കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുത്തിട്ടാണ് കേട്ടോ പോണത്. പണ്ടത്തെ സ്വഭാവം എന്തായാലും മാറില്ലല്ലോ. അപ്പം ഒരു രസം, ജസ്റ്റ് ഒരു രസം എന്ന് പറഞ്ഞ പോലെ പോണ പോക്കിൽ കുറേ ചെടികളിങ്ങനെ തൊട്ടും തലോടിയും ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ആ പോണ പോക്കിൽ വഴിയിൽ നിന്ന് കുറച്ച് ആൾക്കാരും കൂടി കൂടിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് പോവുകയാണ്. അപ്പം പോയി ഞങ്ങളുടെ പുഴ എത്തിയിട്ടുണ്ട്. ഈ പുഴ ചാലിയാറാണ്. ഈ പുഴയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ. വയനാട് മുണ്ടക്കൈ നമ്മുടെ ദുരന്തത്തിൽ ഒരുപാട് ആളുകളുടെ ബോഡി നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ണീർ പുഴയാണെന്ന് പറയാം നമുക്കല്ലേ ചാലിയാറിനെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എത്രയൊക്കെയാണെങ്കിലും പുഴ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണല്ലേ. പിന്നെ എനിക്ക് പുഴ കാണുമ്പോൾ കുറച്ച് പാട്ടൊക്കെ ഓർമ്മ വരിക. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പാട്ടുകളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് വരുന്ന പാട്ടുകൾ ഞാനിപ്പോൾ ഏതാന്ന് വെച്ചാൽ, കുടമുല്ലക്കടവിൽ ഈ പുഴയരികിൽ ഉടയാട നനച്ചു കുളിക്കും പുലരൊളി, അവനൊഴുകുന്ന പുഴയിൽ മതിവരുവോളം നീന്താൻ ഇനി നീയും പോരുന്ന പൂന്തേനരുവി പൊന്മുടിപ്പുഴയുടെ അനുജത്തി നമുക്കൊരേ. ബാക്കി കമൻറ്റ് ബോക്സിൽ പറയൂ. പിന്നെ വേറെ ഏതൊക്കെ പാട്ടാണ് നിങ്ങൾക്ക് വരുന്ന ഓർമ്മ വരുന്ന പാട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളെയും മക്കളെയൊക്കെ കൂട്ടി അവർക്ക് അധികം ഒഴുക്കൊന്നുമില്ലാത്ത സ്ഥലത്ത് എല്ലാവരും ഇറക്കി വിട്ടു. അവരൊക്കെ നന്നായിട്ട് കുളിച്ച് ആസ്വദിച്ച് അങ്ങനെ എല്ലാവരെയും കരയ്ക്ക് കയറ്റി വിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.